അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 26 വെള്ളിയാഴ്ച. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ഭക്തർ നൽകിയ സംഭാവനകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയും വെള്ളിയും കൊള്ളയടിച്ച സംഭവത്തിൽ രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. ട്രസ്റ്റിയായ അനിൽ മിശ്രയും രാജിവെച്ചു. ചമ്പത് റായി വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനാണ്. പണാപഹരണത്തിന് 8 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന അടുത്തയാഴ്ച നടന്നേക്കും. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ തലസ്ഥാനത്ത് സജീവമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചിരുന്നു. ഈ കൂടിക്കാഴ്ച മന്ത്രിസഭാ പുനഃസംഘടനയുടെ മുന്നോടിയായാണെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ വിലയിരുത്തൽ. കേന്ദ്ര സർക്കാരും ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ആരംഭിക്കുന്നു. കേരളത്തിലെ പദ്ധതിയാണ് കേന്ദ്രത്തിന് പ്രചോദനമായത്. ലഹരിവേട്ടയ്ക്ക് 3 വർഷം നീളുന്ന മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. രാജ്യത്ത് വാണിജ്യ ഗാർഹിക പാചകവാതക സിലിണ്ടർ വില കുറയും. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണക്കമ്പനികളുമായി ചർച്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് അയവ് വന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പിണറായി സർക്കാരിലേക്കും നീളുന്നു. LDF സർക്കാർ CMRLന് നൽകിയ വഴിവിട്ട സഹായങ്ങളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് അന്വേഷണം ആരംഭിച്ചു. മദ്യനയത്തിൽ കൂടിയാലോചനയില്ലാതെ തീരുമാനമെടുക്കില്ലെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാറും ആരോഗ്യമന്ത്രി K മുരളീധരനും. LDF ഭരണം ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ചതുപോലെയല്ല UDF തീരുമാനങ്ങൾ എടുക്കുകയെന്ന് അനിൽകുമാർ പറഞ്ഞു. നയപരമായ കാര്യങ്ങൾ മുന്നണിയിലും പാർട്ടിയിലും ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ജവാൻ മദ്യ ഉൽപാദനം നിലച്ചതിൽ അട്ടിമറി സാധ്യത അടക്കം അന്വേഷിക്കുമെന്ന് എക്സൈസ് മന്ത്രി M ലിജു. ജവാൻ ഉൽപാദനം നിർത്തിവച്ചത് മറ്റു മദ്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാനാണോ എന്നും പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിന് ബക്കാഡിയുടെ കത്തിൽ LDF സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം ചോദിക്കുക മാത്രമായിരുന്നു താൻ ചെയ്തതെന്നും ആ ഫയൽ പിന്നീട് അനങ്ങിയിട്ടില്ലെന്നും MV ഗോവിന്ദൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി കുറയ്ക്കരുതെന്ന് എക്സൈസ് കമ്മീഷണർ ആയിരുന്ന ഋഷിരാജ് സിംഗ് 2018 നൽകിയ കത്ത് പുറത്ത്. വീര്യം കുറഞ്ഞ മദ്യം സ്കൂൾ കുട്ടികൾ ശീതളപാനീയം പോലെ ഉപയോഗിക്കുമെന്ന് നികുതി സെക്രട്ടറി ആശാ തോമസിന് അയച്ച കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇത് വീര്യം കൂടിയ മദ്യത്തിലേക്കുള്ള ചവിട്ടുപടിയാകുമെന്നും കത്തിൽ പറഞ്ഞിരുന്നു. കീം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M ജോൺ ഫലപ്രഖ്യാപനം നടത്തും. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ +1ന് കൂടുതൽ സീറ്റും ബാച്ചും അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. 3ാം അലോട്ട്മെന്റിന് ശേഷം പാലക്കാടും മലപ്പുറത്തും സീറ്റ് ക്ഷാമം ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തെ മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുകയാണെന്നും മയക്കുമരുന്ന് ലോബിയുടെ അടിവേര് തകർക്കാതെ പിന്നോട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. താരസംഘടനയായ അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി യോഗം ഇന്നലെ ചേർന്നുവെന്നും സ്ഥിരം കമ്മിറ്റി താമസിയാതെ വരുമെന്നും MLAയും അഡ്ഹോക് കമ്മിറ്റി അധ്യക്ഷനുമായ രമേശ് പിഷാരടി. സ്ഥിരം കമ്മിറ്റിയുടെ ഭാരവാഹിത്വം താൻ ഏറ്റെടുക്കില്ലെന്നും രാജിവെച്ചവരെ അമ്മയിൽ തിരിച്ചെത്തിക്കുമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. വിയ്യൂർ ജയിലിന് മുകളിലായി ഡ്രോൺ പറന്നു. 3 തവണയാണ് ജയിലിന് മുകളിൽ ഡ്രോൺ പറന്നത്.
കൊടും കുറ്റവാളികൾ അടക്കമുള്ളവരെ പാർപ്പിച്ചിരിക്കുന്ന ജയിലാണിത്. ഡ്രോൺ പറപ്പിച്ച ആളെ കണ്ടെത്താനായില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയത്തിന് നീക്കവുമായി UDF. 101 അംഗങ്ങളുള്ള കൗൺസിലിൽ 50 അംഗങ്ങളുള്ള BJP ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് ഭരിക്കുന്നത്. UDF 20, LDF 29 എന്നിങ്ങനെയാണ് കക്ഷിനില. UDF വിമതനുമുണ്ട്. BJPയിലെ ഒരംഗം കാപ്പ കേസിൽ ജയിലിലായതിനാൽ കേവല ഭൂരിപക്ഷം ഇല്ലാതെയാണ് ഭരണം. ഇന്ന് വൈകുന്നേരം നടക്കുന്ന UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനം എടുക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 5 വർഷത്തേക്ക് BJP ഏറ്റവും സേഫാണെന്ന് മേയർ VV രാജേഷ്. ഈ മാസം 29-ന് കൗൺസിൽ യോഗം നടക്കുമെന്നും പ്രതിപക്ഷത്തിന്റെ അവിശ്വാസം നേരിടുമെന്നും VV രാജേഷ് പ്രതികരിച്ചു. ഇന്നലത്തെ സംഘർഷത്തിൽ കാലിൽ പൊട്ടലില്ലെന്നും ഡിസ്ലൊക്കേഷൻ ഉണ്ടെന്നും ഡെപ്യൂട്ടി മേയർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും രാത്രിയോടെ ഡിസ്ചാർജായെന്നും മേയർ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ സംഘർഷം CPMന്റെ ഫ്രസ്ട്രേഷനിൽ നിന്നും ഉണ്ടായതെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും നേമം MLAയുമായ രാജീവ് ചന്ദ്രശേഖർ. അഴിമതി പുറത്തുവരുമ്പോൾ നടത്തുന്ന സംഘർഷമാണെന്നും CPMന്റെ അവസാന തെരഞ്ഞെടുപ്പാണ് നടന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തവേ പോലീസിന്റെ പിടിയിലായ പ്രതി കസ്റ്റംസിനെതിരെ മൊഴി നൽകി. കസ്റ്റംസുകാർ പിടിക്കില്ലെന്ന് സ്വർണം കൊടുത്തുവിട്ടവർ പറഞ്ഞിരുന്നതായി മലപ്പുറം കുഴിമണ്ണ സ്വദേശി അസ്ലമാണ് പോലീസിന് മൊഴി നൽകിയത്. ഇന്നലെയാണ് കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ അസ്ലമിൽ നിന്നും 1 കിലോയിലധികം സ്വർണം പിടികൂടിയത്. തമിഴ്നാട്ടിൽ DMK CPM പോര് രൂക്ഷമായി. പിണറായിയെ ചാരിയാണ് CPMനെതിരെ DMK മുഖപത്രം തന്നെ രംഗത്തെത്തിയത്. തമിഴ്നാട് CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ മുരശൊലിയിൽ ലേഖന പരമ്പര തുടങ്ങി. വിഴിഞ്ഞം ചടങ്ങിൽ മോദിക്കും അദാനിക്കുമൊപ്പം പിണറായി നിൽക്കുന്ന ചിത്രവുമായാണ് മുരശൊലിയിൽ ലേഖനം പ്രസിദ്ധീകരിച്ചത്. TVKയിൽ ചേരാനിരിക്കെ മണ്ഡലത്തിലെ വീടുകളിലേക്ക് സമ്മാനങ്ങളുമായി മുൻ മന്ത്രി C വിജയഭാസ്കർ. ഒരു സീറ്റിൽ കണ്ടെയ്നറും മധുരപലഹാരവും പേനയും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള കത്തുമാണ് പുതുക്കോട്ട വീരാളിമല മണ്ഡലത്തിലെ വീടുകളിൽ രാവിലെ എത്തിയ മുൻ മന്ത്രിയുടെ സമ്മാനപ്പൊതിയിൽ ഉള്ളത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിനുള്ള ധാന്യവിഹിതം കുറയ്ക്കാനുള്ള നീക്കം റേഷൻ വിതരണത്തിലെ അസമത്വം ഇല്ലായ്മ ചെയ്യാനെന്ന് കേന്ദ്ര സർക്കാരിന്റെ ന്യായീകരണം. അംഗസംഖ്യ പരിഗണിക്കാതെ ഒരു കുടുംബത്തിന് 35 കിലോ അരി എന്നത് അസമത്വം ഉണ്ടാക്കുന്നുവെന്നും കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കാനാണ് പുതിയ ഭേദഗതിയെന്നുമാണ് കേന്ദ്രം വിശദീകരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിൽ സംഭാവനയും കാണിക്കയും എണ്ണിയവർ സ്ഥിരമായി പണം മോഷ്ടിച്ച് കടത്തിയെന്ന് പോലീസ്. CCTV ദൃശ്യങ്ങളിൽ ഇതിന് തെളിവുണ്ടെന്നും പോലീസ് അറിയിച്ചു. പണം കൈകാര്യം ചെയ്യാൻ SBI നിയോഗിച്ച സ്വകാര്യ ഏജൻസിയിലെ ജീവനക്കാരുടെ പങ്കും അന്വേഷിച്ചു വരികയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞിറങ്ങിയ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ BJP കൗൺസിലർ ശശി ചന്ദനയ്ക്ക് തെരുവിൽ അലഞ്ഞു നടന്നിരുന്ന പശുവിന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്ക്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെനസ്വേലയിലെ ഇരട്ട ഭൂചലനത്തിൽ 235 മൃതദേഹങ്ങൾ കണ്ടെത്തി. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 200-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 1500-ലധികം പേർ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. 10,000-ലേറെ പേരെ കാണാനില്ല. മരണസംഖ്യ 10,000-ങ്ങളാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. സൗദി അറേബ്യയിൽ വിദേശികൾക്ക് ഭൂമിയും കെട്ടിടങ്ങളും സ്വന്തമാക്കാൻ അനുമതി നൽകുന്ന നിയമപരിഷ്കരണത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. ചൊവ്വാഴ്ച ജിദ്ദയിൽ സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ചരിത്രപരമായ നിയമനിർമ്മാണം നടത്തിയത്. പാകിസ്ഥാൻ സന്ദർശനത്തിനെത്തിയ ഇറാൻ പ്രസിഡന്റിനെ വെയിലത്ത് നിർത്തി പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് കുടക്കീഴിൽ നടന്ന സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായി. നയതന്ത്ര മര്യാദയുടെ ലംഘനമെന്ന് വിമർശനമുയരുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർണായക ചർച്ചകളും ഈ സന്ദർശനത്തിൽ നടന്നു. ഹോർമൂസിൽ ഗതാഗതം സാധാരണഗതിയിൽ ആകാൻ ഏതാനും ആഴ്ചകൾ കൂടിയെടുക്കും. ഇതോടെ ക്രൂഡ് ഓയിൽ വില ഇനിയും താഴുമെന്നാണ് വിലയിരുത്തൽ. പക്ഷേ പെട്രോൾ ഡീസൽ വിലകൾ ആനുപാതികമായി കുറയ്ക്കുന്ന കാര്യത്തിൽ എണ്ണ കമ്പനികൾ തീരുമാനം എടുത്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിന്റെ ഗ്രൂപ്പ് ഡിയിൽ അമേരിക്കയെ 2-3 ഗോളുകൾക്ക് തുർക്കി തകർത്തു. വിജയിച്ചെങ്കിലും ആദ്യ 2 മത്സരങ്ങളിൽ തോറ്റ തുർക്കി ലോകകപ്പിൽ നിന്ന് പുറത്തായി. തോറ്റെങ്കിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് അമേരിക്ക നോക്കൌട്ടിലെത്തിയത്. നോക്കൌട്ടിൽ ബോസ്നിയയാണ് അമേരിക്കയുടെ എതിരാളികൾ.
ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ബ്രസീൽ ജപ്പാനെ നേരിടും. ഗ്രൂപ്പ് എഫിൽ സ്വീഡനുമായി സമനില വഴങ്ങി 2ാം സ്ഥാനക്കാരായാണ് ജപ്പാൻ യോഗ്യത നേടിയത്. അതേസമയം ടുണീഷ്യയെ 1-3 ഗോളുകൾക്ക് തകർത്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ നെതർലൻഡ്സ് അടുത്ത റൗണ്ടിൽ മൊറോക്കോയെ നേരിടും. ഗ്രൂപ്പ് ഡിയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ പരാഗ്വായെ ഗോൾ രഹിത സമനിലയിൽ ഒതുക്കി നോക്കൌട്ട് ഉറപ്പിച്ച് ഓസ്ട്രേലിയ. അതേസമയം മികച്ച 8 ടീമുകളിൽ ഒന്നായി നോക്കൌട്ട് ഉറപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് നോക്കൌട്ടിന് വിജയം അനിവാര്യമായിരുന്ന പാരഗ്വായ്. ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസും നോർവേയും നേർക്കുനേർ. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഗ്രൂപ്പിൽ 2 മത്സരങ്ങൾ വിജയിച്ചാണ് എത്തുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.